ഹലോ എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാൻ ഈ കൊടുത്ത പിക്ചർ അത്ര വ്യക്തമല്ല, സോ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ പറയണത് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള മീനിങ് അല്ല, ഓരോ സ്റ്റാൻസിൻ്റെ സമ്മറി ആയിട്ടാണ് ഞാൻ ഇതിൽ പറയണത് കേട്ടോ. സോ ഈ ഓഥറിൻ്റെ ഇൻട്രൊഡക്ഷനൊന്നും ഞാനത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റിൽ നോക്കിയാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യണത് ഈ സ്റ്റാൻസിൻ്റെ സമ്മറി മാത്രമാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. Alice Walker is an African-American writer known for her fiction and essays that deals with the themes of race and gender. She has also published volumes of poetry, criticism, and non-fiction and was a strong voice of the civil rights movement. She was born in Georgia in 1944 as the youngest of 8 children. When she was 18 years old, she was accidentally blinded in one eye. She graduated in 1965. She published her first collection of poems in 1968 titled One's Poems. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ആലിസ് വാക്കർ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്ററാണ്. പിന്നെ അവരുടെ ലേഖനങ്ങളും നോവലുകളും കവിതകളും ഒക്കെ വർഗം, ജെൻഡർ, ഇതിനൊക്കെ ഈ പ്രമേയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതാണ്. പിന്നെ 1944 ജോർജിയയിലാണ് അവർ ജനിച്ചത്. 8 മക്കളിൽ ഏറ്റവും ഇളയതായിരുന്നു ഇവർ. അതേപോലെ 8 വയസ്സുള്ളപ്പോൾ അബദ്ധവശാൽ തൻ്റെ സഹോദരൻ്റെ വെടിയേറ്റ് അവളുടെ കണ്ണ് നഷ്ടപ്പെട്ടു. പിന്നെ 1965 അവർ ഡിഗ്രി എടുത്തു. 1968 അവർ പുറത്തിറക്കിയ അവരുടെ ആദ്യ കവിതാ സമാഹാരമാണ് വൺസ് പോയിൻറ്റ്സ്. പിന്നെ ആലിസ് വാക്കറാണ് ഈ വുമണിസം എന്നുള്ള ഒരു വേർഡ് കോയിൻ ചെയ്തത്. റിമെമ്പർ മീ എന്ന കവിത ഹോഴ്സസ് മേക്ക് എ ലാൻഡ്സ്കേപ്പ് ലുക്ക് മോർ ബ്യൂട്ടിഫുൾ എന്ന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഈ ടൈറ്റിൽ ഒരു നേറ്റീവ് അമേരിക്കൻ ഷാമാനിൽ നിന്നും എടുത്തതാണ്. ഷാമാൻ എന്നാൽ നല്ല ആത്മാക്കളുടെയും ദുരാത്മാക്കളുടെയും ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നവനും അവരെ സ്വാധീനിക്കാൻ പറ്റുന്നവനുമാണ്. ഷാമാൻ്റെ അഭിപ്രായത്തിൽ വെളുത്ത അധിനിവേശക്കാർ ഒരുപാട് ഭീകരമായ പ്രശ്നങ്ങൾ കൊണ്ടുവന്നെങ്കിലും അവർ അമേരിക്കയിലേക്ക് കുതിരകളെ കൊണ്ടുവന്നു എന്ന ഏക കാരണം കൊണ്ട് അവരുടെ എല്ലാ പാപങ്ങളും അയാൾ ക്ഷമിക്കുകയാണ്. ഇത്തരം ഷാമാൻസ് ഒരു തരം പ്രത്യേക ധ്യാനത്തിൽ നിമഗ്നരാവുകയും അവർ മന്ത്രവാദം നടത്തുകയും രോഗശാന്തിയും മറ്റും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. തൻ്റെ സമാഹാരത്തിലെ കവിതകളിൽ ആലിസ് വാക്കർ ഏറ്റവും വലിയ വിഷമസന്ധികളിലും ഏറ്റവും ക്രൂരരായ സാമ്രാജ്യവാദികളിലും എന്തെങ്കിലുമൊക്കെ നന്മകൾക്കു വേണ്ടി പരതുകയാണ്. അതിലൊരാൾ അവരുടെ മുത്തച്ഛൻ്റെ മുത്തച്ഛനാണ്. അദ്ദേഹം ചെയ്ത ഓർമ്മിക്കപ്പെടേണ്ട ഒരു നല്ല കാര്യം ആലിസ് വാക്കറിൻ്റെ മുത്തശ്ശിയുടെ മുത്തശ്ശിയെ 11-ാം വയസ്സിൽ ആ വെള്ളക്കാരനായ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ്. അതിലുണ്ടായ സന്താനമാണ് വാക്കറിൻ്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ. വാക്കർ തൻ്റെ സമാഹാരം ഈ 2 പൂർവികന്മാർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ ഒരു ഓവറോൾ എന്താ പറയുക എക്സ്പ്ലനേഷൻ എന്ന് പറയണത്. സോ നമുക്കിനി സ്റ്റാൻസ ബൈ സ്റ്റാൻസ ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ നോക്കാം. Remember me. I am the girl with the dark skin whose shoes are thin. I am the girl with the rooted teeth. I am the girl with the wounded eye and the melted ear. തൊലി കറുത്ത, കട്ടിയില്ലാത്ത ഷൂ ഇട്ട, കേടായ പല്ലുകളോടു കൂടിയ, കണ്ണിൽ മുറിവ് പറ്റിയ, ചെവി പൊട്ടിയൊലിക്കുന്ന ആ പെൺകുട്ടിയാണ് ഞാൻ. I am the girl holding their babies, cooking their meals, sweeping their yards, washing their clothes, dark and rotting
ആൻഡ് wounded. അവരുടെ കുട്ടികളെ എടുത്തുകൊണ്ട് നടക്കുന്ന, അവരുടെ ആഹാരം പാകം ചെയ്യുന്ന, അവരുടെ മുറ്റം അടിക്കുന്ന, അവരുടെ തുണി കഴുകുന്ന ആ പെൺകുട്ടിയാണ് ഞാൻ. ഞാൻ കറുത്തവളും മുറിവേറ്റവളുമാണ്. I would give to the human race only hope. പ്രത്യാശ മാത്രമേ എനിക്ക് മനുഷ്യരാശിക്ക് കൊടുക്കാനുള്ളൂ. I am the woman with the blessed dark skin, with the teeth repaired, with the healing eye and the ear that hears. അനുഗ്രഹീതമായ കറുത്ത തൊലിയുള്ള പല്ലുകൾ ശരിയാക്കിയ, കണ്ണു സുഖപ്പെട്ട, ചെവി കേൾക്കാൻ പറ്റുന്ന ആ സ്ത്രീയാണ് ഞാൻ. I am the woman, dark repaired, healed, listening to you. ഞാനാണ് ആ സ്ത്രീ, കറുമ്പി, റിപ്പയർ ചെയ്യപ്പെട്ടവൾ, രോഗം മാറിയവൾ, നിങ്ങളെ ശ്രവിക്കുന്നവൾ. I would give to the human race only hope. മനുഷ്യരാശിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പ്രത്യാശ മാത്രമേ ഉള്ളൂ. I am the woman offering 2 flowers whose roots are twin, justice and hope. Let us begin. ഞാൻ നിങ്ങൾക്ക് 2 പൂക്കൾ തരുന്നു. ആ ചെടികളുടെ വേരുകൾ പിണഞ്ഞുകൂടി കിടക്കുകയാണ്. നീതിയും പ്രത്യാശയുമാണ് ആ പൂക്കൾ. നമുക്ക് തുടങ്ങാം. റിമെമ്പർ മീ എന്ന കവിത ആലീസ് വാക്കറിൻ്റെ കൃതികളിൽ എപ്പോഴും കാണപ്പെടുന്ന ഒരു പ്രമേയത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഈ പ്രമേയം വാക്കറിൻ്റെ വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നു. കാരണം തൻ്റെ ദൈനംദിന ജീവിതത്തിൽ സ്ത്രീകളുടെ മുന്നേറ്റം അവൾ ദർശിക്കുന്നു. നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്ന ഒരു കറുത്ത വർഗക്കാരിയുടെ സമാധാനമാണ് ഈ കവിതയിൽ പ്രകടമാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറയുന്നത്. സോ ഈ പോയറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയാണ്. വൈറ്റ്സിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് നിൽക്കുമ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പോയറ്റിൽ പറയുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ പറയാം. സോ സീ യു ഓൾ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഉടനെ തന്നെ വരാം. പിന്നെ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. So don't forget to like, share and subscribe. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്ലീസ് ഡു സബ്സ്ക്രൈബ്.